നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേഖലയിൽ വലിയ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു. ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകളുടെ പരീക്ഷണമാണ് ഇന്ന് ഉത്തര കൊറിയ നടത്തിയത്. ജപ്പാൻ്റെ കടലിലേക്കാണ് ഉത്തര കൊറിയ ഈ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത്. ജപ്പാൻ്റെ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന് പുറത്താണ് മിസൈൽ പതിച്ചത് എന്നാണ് ജപ്പാൻ പറയുന്നത്. പക്ഷേ ജപ്പാനിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കാരണം അങ്ങേയറ്റം വലിയ പ്രകോപനമാണ് ഉത്തര കൊറിയ നടത്തിയിരിക്കുന്നത്. ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ജപ്പാന് നേരെ പ്രയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് മിസൈൽ പരീക്ഷണമാണ്. പക്ഷേ ജപ്പാന് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പരീക്ഷണമാണ് എന്നതുകൊണ്ടാണ് ജപ്പാൻ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നതും ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നതും. ഇത് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾക്ക് എതിരായിട്ടാണ് ഇത്തരത്തിൽ ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുന്നത്. ഇത്തരം മിസൈൽ പരീക്ഷണങ്ങൾ എപ്പോഴും ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കുമെല്ലാം വലിയ വെല്ലുവിളിയും സുരക്ഷാ ആശങ്കയുമൊക്കെ സൃഷ്ടിക്കാറുണ്ട്. കാരണം ഉത്തര കൊറിയ വലിയ ഭീഷണിയാണ് ഈ രാജ്യങ്ങൾക്ക് നേരെ ഉയർത്തുന്നത്. ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ മിസൈലുകളെല്ലാം ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് എന്നതാണ് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജപ്പാൻ ആശങ്കയിലാഴ്ത്തുന്നതും അതുതന്നെയാണ്. എന്തായാലും രാജ്യത്ത് വലിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ രീതിയിൽ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ്റെ സമുദ്ര ഗതാഗതത്തിനും അതുപോലെ തന്നെ ജപ്പാൻ്റെ ആകാശ ഗതാഗതത്തിനുമെല്ലാം വലിയ ഭീഷണി ഉത്തര കൊറിയയുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് കനത്ത ജാഗ്രത ജപ്പാൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ഐക്യരാഷ്ട്രസഭയിലടക്കം കനത്ത പ്രതിഷേധം ഇപ്പോൾ ജപ്പാൻ അറിയിച്ചിട്ടുണ്ട്. ദക്ഷിണ കൊറിയയും ഈ ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉത്തര കൊറിയയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. നിരന്തരം മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയും റഷ്യയുമായി സൈനിക സഹകരണമുണ്ട്. റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിൽ സംഘർഷം ആരംഭിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. ഉത്തര കൊറിയ റഷ്യയ്ക്ക് ആയുധങ്ങൾ നൽകി സഹായിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ അതിനെ കാണുന്നത് ഈ രീതിയിലുമാണ്. എന്തായാലും സംയമനം പാലിക്കാൻ ഉത്തര കൊറിയയ്ക്കും അതുപോലെ തന്നെ ജപ്പാനുമെല്ലാം ഐക്യരാഷ്ട്രസഭ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത്തരത്തിൽ സംഘർഷം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം പ്രകോപനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഐക്യരാഷ്ട്രസഭ ആശങ്ക അറിയിക്കാൻ കാരണം. റഷ്യ യുക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ സഹായത്തോടുകൂടി റഷ്യ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ആക്രമണം അല്ലെങ്കിൽ സംഘർഷം അവസാനിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചർച്ചകളും ഒക്കെ പരാജയപ്പെടുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രായേലും കനത്ത ആക്രമണം ഇറാനുമേൽ നടത്തുകയാണ്. ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെടുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ സമ്പൂർണ്ണമായ ഒരു ഭരണമാറ്റം അത് നടത്താൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിച്ചിട്ടില്ല. പക്ഷേ ഇറാനെ തച്ച് തകർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇറാൻ പ്രത്യാക്രമണം ഇപ്പോഴും ഗൾഫ് മേഖലകളിലാണ് നടത്തുന്നത് എന്നുള്ളതാണ്. സൗദി അറേബ്യയ്ക്കും ഖത്തറിനും കുവൈറ്റിനും UAEക്കും ഒക്കെ നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. മാത്രമല്ല ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം ഇറാൻ തടഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ സംഘർഷം ഇപ്പോൾ കടലിലും നടക്കുന്നുണ്ട്. അമേരിക്കൻ പടക്കപ്പലുകൾ ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള പടക്കപ്പലുകളെ തടയുകയാണ്. കഴിഞ്ഞ ദിവസം ലെബനനും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാർ പുറത്തു വന്നതിന് ശേഷം അല്ലെങ്കിൽ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു എന്ന പ്രഖ്യാപനം ഇറാൻ നടത്തിയിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കാത്തതിനാൽ ഞങ്ങൾ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നു എന്ന അറിയിപ്പാണ് ഇറാൻ നൽകിയത്. തൊട്ടു പിന്നാലെ അതുവഴി വരികയായിരുന്ന 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി, വെടിവെപ്പുണ്ടായി. അതിനുശേഷം 2 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസിൽ നിന്നും തിരികെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. ശക്തമായ പ്രതിഷേധം കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ ഇന്ത്യ അറിയിച്ചിരിക്കുന്നു.
മാത്രമല്ല ഇത് ശരിയല്ല എന്ന കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നു. ഇറാൻ്റെ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഹോർമൂസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ മോചിപ്പിക്കാനുള്ള പദ്ധതി ഇന്ത്യ തയ്യാറാക്കുകയും ചെയ്യുന്നു. എന്തായാലും സംഘർഷം വലിയ രീതിയിൽ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നീക്കം വൻ പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരിക്കൽ കൂടി ഹോർമൂസ് കടലിടുക്ക് അടയുന്നു. ഈ 22 വരെ താൽക്കാലിക വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ 22-ന് ശേഷം എന്താകുമെന്ന് അറിയില്ല. 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മേൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സമാധാന ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. നാളെ തിങ്കളാഴ്ച സമാധാന ചർച്ച പുനരാരംഭിക്കും എന്നറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അങ്ങനെ പുനരാരംഭിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഉറപ്പും പാകിസ്ഥാൻ അടക്കമുള്ള ഇടനില രാജ്യങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സംഘർഷം തുടരും പശ്ചിമേഷ്യയിൽ എന്ന വിലയിരുത്തലിലാണ് ഈ രംഗത്തെ വിദഗ്ധർ. ഈ സാഹചര്യത്തിലാണ് വലിയ പ്രകോപനവുമായി ഉത്തര കൊറിയ എത്തിയിരിക്കുന്നത്. ഉത്തര കൊറിയയുടെ ഈ പ്രകോപനത്തിനെതിരെ ജപ്പാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര ഏജൻസികളെ ജപ്പാൻ ഇതിനോടകം തന്നെ, ഐക്യരാഷ്ട്രസഭയടക്കമുള്ള ഏജൻസികളെ ഇതിനോടകം തന്നെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. ജപ്പാന് വലിയ ഭീഷണിയായി ആയ രീതിയിലാണ് ഉത്തര കൊറിയ ഇപ്പോൾ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതിനെയാണ് ജപ്പാനും ദക്ഷിണ കൊറിയയുമെല്ലാം കർശനമായി അപലപിച്ചിരിക്കുന്നത്. ഇറാനെ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ശ്രദ്ധ ഇനി ഉത്തര കൊറിയയ്ക്ക് നേരെ തിരിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഈ സമയത്ത് പ്രസക്തമായി കൊണ്ടിരിക്കുന്നത്.